കാക്ഷിക്കുന്നു ഞാൻ. യഹൂദന്മാരുടെ വിവാഹം എന്ന് പറയുന്നത് ഒരു ദിവസം എവിടുന്നെങ്കിലും പോയി അങ്ങ് കെട്ടുകയല്ല. വിവാഹത്തിന് മുമ്പ് ബെട്രോത്തലുണ്ട്. ബെട്രോത്തൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിവാഹ നിശ്ചയം. ഈ വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് എ മാരേജ്. കാര്യം വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ കല്യാണത്തിൻ്റെ തലേന്ന് വേണമെങ്കിലും മാറാം, ചെറുക്കനും പെണ്ണിനും മാറാം. നമ്മുടെ പശ്ചാത്തലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്പം ഒരു നാണങ്കലൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഡിവോഴ്സൊന്നും കൊടുക്കേണ്ട കാര്യം, ഡിവോഴ്സിൻ്റെ പേപ്പറൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ ബെട്രോത്തൽ കഴിഞ്ഞാൽ പിന്നെ മാറണമെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് മറിയയുടെ കാര്യത്തിൽ തന്നെ യോസഫ് പറയുന്നത്, അവൾ ഗർഭിണിയായെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ വേണ്ടാന്ന് വെച്ചേക്കാമെന്ന് ചിന്തിക്കുന്നതല്ല. ശരിക്കും അവിടെ പറയുന്നത് കാരണം പറയാതെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്നാണ്. ഉപേക്ഷിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ ഒരു ആലോചന നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇറ്റ് ഈസ് ലൈക്ക് എ മാരേജ്. ബെട്രോത്തൽ എന്ന് പറയുന്നത് ഒരു വിവാഹം പോലെ തന്നെയാണ്. പിന്നീട് മാറണമെങ്കിൽ എന്തു വേണം? എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു ഉപേക്ഷണ പത്രം കൊടുത്ത് വിവാഹം ഒഴിഞ്ഞാലേ പറ്റുള്ളൂ. യോസഫിൻ്റെ പ്രത്യേകത ഉപേക്ഷണ പത്രം കൊടുക്കാൻ കാരണം കാണിക്കണം. കാരണം കാണിച്ചെങ്കിലേ ഉപേക്ഷണം നടക്കുകയുള്ളൂ. കാരണം കാണിക്കാൻ യോസഫിനുണ്ട്. എന്താണ്? അവൾ ഗർഭിണിയാണ്, അവൾ വേശ്യയാണ്, എന്ത് വേണമെങ്കിലും പറയാം, ഇല്ലേ? അപ്പോൾ ഈ കൂളായിട്ട് വിവാഹമോചനം കിട്ടും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ മറിയയ്ക്ക് ലോകാപവാദം വരുത്താതിരിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം കാണിച്ചാൽ മറിയെ എല്ലാവരും കുറ്റപ്പെടുത്തും. കാര്യം അവൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് മറ്റു പുരുഷനുമായി ജീവിച്ച് അവൾക്കൊരു കുഞ്ഞുണ്ട്, അല്ലെങ്കിൽ അവൾ ഗർഭിണിയാണ്. അപ്പം കാരണം കാണിച്ചാൽ യോസഫിന് രക്ഷപ്പെടാം. യോസഫിന് പറയാം അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുറ്റം ചുമത്താം. പക്ഷേ മറിയയുടെ ജീവിതത്തിൽ തലവെക്കാൻ പറ്റത്തില്ല. ഒരു പക്ഷേ അവളെ യഹൂദ മതം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലാൻ പോലും അവകാശമുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യോസഫ് പറയാണ്, എനിക്കതിന് മനസ്സില്ല. അതാണ് യോസഫ് നീതിമാൻ എന്നൊക്കെ പറയുന്നത്. അതായത് തന്നെ വഞ്ചിച്ചു, പരിശുദ്ധാത്മാവിനാൽ ആണെന്നൊന്നും അവൾ ഗർഭം ധരിച്ചെന്നൊന്നും യോസഫിന് അറിയത്തില്ലല്ലോ. അപ്പം തന്നെ വഞ്ചിച്ച ഒരു സ്ത്രീ, ഒരു യുവതി, ആ യുവതിക്ക് ലോകാപവാദം വരുത്താതിരിക്കാൻ കാരണം കാണിക്കാതെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. കാരണം കാണിച്ചില്ലെങ്കിലുള്ള പ്രത്യേകത എന്നറിയാമോ? യോസഫ് കാരണം കാണിച്ചില്ലെങ്കിൽ നാട്ടുകാർ കാരണം കണ്ടുപിടിക്കും. നാട്ടുകാരെന്താ പറയും? കള്ളൻ കണ്ടില്ലേ, ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച് അവളെ ഗർഭിണിയാക്കിയിട്ട് അവനിപ്പം ബെട്രോത്തൽ കഴിഞ്ഞിട്ട് ഗർഭിണിയാക്കിയിട്ട് അവൻ പോയിരിക്കുക, കല്യാണം കഴിച്ചില്ല. അപ്പോൾ കുറ്റം മുഴുവൻ ആർക്കാകും? യോസഫിനാകും. ആ കുറ്റം അല്ലെങ്കിൽ ആ ലോകാപവാദം യോസഫ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നതാണ്. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതാണ്, ഇല്ലേ? അതുകൊണ്ടാണ് യോസഫ് നീതിമാൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇവിടുത്തെ ഭാഗം വെച്ച് പറയുമ്പോൾ ഒറ്റ കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിവാഹ നിശ്ചയം വിവാഹം പോലെ തന്നെയാണ്. യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ വിവാഹ നിശ്ചയം വിവാഹം പോലെ തന്നെയാണ്, മണവാളനും മണവാട്ടിയും. ഇനി മണവാളൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവർ ഒരുമിച്ച് താമസിക്കത്തില്ല. അങ്ങനെ പതിവൊന്നുമില്ല. ഇപ്പം കല്യാണ നിശ്ചയം പോലും വേണ്ടല്ലോ, എന്തോ കഴിഞ്ഞാലും കയ്യെ പിടിച്ചുകൊണ്ട് എല്ലായിടത്തും കൂടെ കറങ്ങിയടിച്ച് നടക്കുകയും ഒക്കെയാണല്ലോ. അതൊന്നും യഹൂദന്മാരുടെ ഇടയ്ക്ക് നടക്കത്തില്ല. കൂടി വരും മുമ്പേ, കൂടി വരണമെങ്കിൽ വിവാഹം കഴിയണം. അല്ലാതെ പുരുഷനും സ്ത്രീയും തമ്മിൽ യഹൂദന്മാരുടെ ഇടയിൽ ഒരു ബന്ധവുമില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞതാ. എന്നിട്ട് പറയുന്നത് തന്നെ നിന്റെ ഭാര്യയായ, യോസഫിനോട് പറയുമ്പോൾ എന്താ പറയുന്നത്? നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കണ്ട. അപ്പം നിനക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന യുവതിയെന്നൊന്നും അല്ല ഇവിടെ പറയുന്നത്, നിന്റെ ഭാര്യ. അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ തന്നെ ആരായി തീർന്നു? ഭാര്യയായി തീർന്നു. യു സി, അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ മണവാളൻ, വിവാഹ നിശ്ചയത്തിന് മണവാളൻ കാണും. അത് കഴിഞ്ഞിട്ട് എന്തോ എന്നറിയാമോ? ഈ മണവാളൻ തിരികെ പോകും. എങ്ങോട്ടാണ് പോകുന്നത്? അവൻ്റെ പിതാവിൻ്റെ ഭവനം എവിടെയാണോ അവിടെ പോയി അടുത്ത പരിപാടി എന്നാണെന്നറിയാമോ? കല്യാണം കഴിച്ച് ഭാര്യയെ കൊണ്ടുവരുമ്പോൾ താമസിക്കാൻ വേണ്ടി ഭാര്യയ്ക്ക് താമസിക്കത്തക്ക നിലയിലുള്ള ഒരു ഭവനമുണ്ടാക്കും. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് താമസിക്കത്തക്ക നിലയിലുള്ള ഒരു ഭവനമുണ്ടാക്കും, ഒരു വീടുണ്ടാക്കും. ആ വീടിൻ്റെ പണി കഴിയുമ്പോൾ മണവാളൻ തൻ്റെ തോഴ്മക്കാർ ഒരുമിച്ച് വന്ന് ഭാര്യയെ ചേർക്കും. ഇന്നത്തെ പോലെ വാട്സാപ്പൊന്നുമില്ലല്ലോ. അതെ, ഞാൻ 14-ാം തീയതി അങ്ങോട്ട് വരുന്നുണ്ട്, നമ്മളുടെ വിവാഹമാണ് എന്നൊന്നും പറയാൻ വാട്സാപ്പൊന്നുമില്ല.
വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഭർത്താവിൻ്റെ ഒരു കാര്യവും ഭാര്യയ്ക്ക് അറിയത്തില്ല, എന്നാ വരുന്നതെന്നും അറിയത്തില്ല. ആകെപ്പാടെ അർദ്ധരാത്രി ഒരു ആർപ്പ് വിളി, എല്ലാവരും മണവാളൻ വരുന്നു മണവാളൻ വരുന്നു എന്ന ആർപ്പ് വിളി കേൾക്കും. ഇത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ, ഞാൻ പറഞ്ഞത് കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെടുത്തി ഈ യഹൂദന്മാരുടെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. കർത്താവ് എന്നാ വരുന്നതെന്നൊന്നും പറഞ്ഞാച്ചല്ല പോയത്, ഇപ്പോഴൊന്നും പറയാനും പോകുന്നില്ല. ആകെപ്പാടെ ഉള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവൻ വരുമ്പോൾ എന്ത് കേൾക്കും? കാഹളം, ആർപ്പ് വിളി കേൾക്കും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് എന്നാ വരുന്നതിനെക്കുറിച്ച് നമ്മൾ ആരും കണക്ക് കൂട്ടിയിരിക്കേണ്ട. യഹൂദന്മാരുടെ പശ്ചാത്തലം അനുസരിച്ച് മണവാളൻ മണവാട്ടിയെ ഇവിടെ ആക്കിയിട്ട് പോകുന്നത് മണവാട്ടിക്ക് താമസിക്കത്തക്ക നിലയിൽ തൻ്റെ ഭവനം പണിയുവാൻ വേണ്ടിയാണ്. ഈ പശ്ചാത്തലം അറിയാവുന്നവർക്ക് ഈ പാസേജ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കും. കർത്താവ് പറയാണ്, ഞാൻ പോവുക കേട്ടോ, നിങ്ങൾ എൻ്റെ മണവാട്ടിയാ, നിങ്ങൾക്ക് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ താമസിക്കാം. ഞാൻ അവിടെ ചെന്ന് നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാണ്. സ്ഥലം ഒരുക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും? മടങ്ങി വരും. മടങ്ങി വന്ന് നിങ്ങളെയും എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതുകൊണ്ടാണ് ഞാൻ ഈ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അങ്ങനെ ആ മണവാളൻ പോയി ഇപ്പോൾ എന്തു ചെയ്യുകയാണ്? മണവാട്ടിക്ക് വേണ്ടി സ്ഥലം ഒരുക്കുകയാണ്. മണവാട്ടി എന്തുവാ ചെയ്യുന്നത്? മണവാട്ടി മണവാളന് വേണ്ടി ഒരുങ്ങുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. മണവാളൻ മണവാട്ടിക്ക് വേണ്ടി ഭവനം ഒരുക്കുകയാണ്. മണവാട്ടി തന്നെ തന്നെ, അവൻ്റെ കാന്തയും തന്നെ തന്നെ ഒരുക്കി. അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പിന്നീട് മണവാട്ടിക്ക് ഒറ്റ ചിന്തയുള്ളൂ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭർത്താവിന് യോജിക്കുന്ന ഒരു മണവാട്ടിയായിട്ട് ഞാൻ ആയിത്തീരും. എൻ്റെ ഭർത്താവിന് യോജിക്കുന്ന ഒരു മണവാട്ടി എന്നെ തന്നെ ഞാൻ ഒരുക്കും. എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ എന്നെ ഒരുക്കും. അതാണ് മണവാട്ടിയുടെ ചുമതല. മണവാളിൻ്റെ ചുമതല മണവാട്ടിക്ക് വേണ്ടി ഭവനം ഒരുക്കുകയാണ്. മണവാട്ടിയുടെ ചുമതല എന്താണ്? മണവാളന് വേണ്ടി തന്നെത്താൻ ഒരുക്കുകയാണ്. അതാണ് ഇവിടെ നമ്മൾ കാണുന്ന. അതുകൊണ്ടാണ് ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. കാര്യം നമ്മൾ മണവാട്ടിയാണ്. മണവാട്ടിക്ക് വേണ്ടി മണവാളൻ ഇപ്പോൾ ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളുടെ ചുമതല എന്താണ്? അവന് വേണ്ടി നമ്മൾ സ്വയം ഒരുങ്ങണം. അവൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ വിവാഹ നിശ്ചയം ചെയ്താൽ ഈ പെൺകുട്ടിയുടെ അടുത്ത മനസ്സിലെ ചിന്ത മുഴുവൻ എൻ്റെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ കഴിയും, എൻ്റെ ഭർത്താവിന് എന്തൊക്കെയാണ് ഇഷ്ടം, എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ എങ്ങനെങ്കിലും അവൾ എവിടുന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, പക്ഷേ എങ്ങനെയും അത് മനസ്സിലാക്കി അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. നമ്മുടെ ചുമതല ഏതാണ്? നമ്മുടെ കർത്താവിന് എന്താണ് ഇഷ്ടം, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്നറിയാമോ? നമ്മൾ അവനെ പോലെ ആകണമെന്നാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അതിനുവേണ്ടി ഒരുങ്ങാൻ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ എങ്ങനെ ഒരുങ്ങുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, അവനിൽ വസിച്ചുകൊണ്ടാണ് അവനെപ്പോലെ ആകുന്നത്. അവിടെ പറയുന്ന കാര്യം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അവനിൽ വസിച്ചുകൊണ്ട്, അവനിൽ വസിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്നറിയാമോ? അവൻ്റെ ഫലം നമ്മൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്താണെന്ന് നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചപ്പോൾ ഒരു വാക്യം വായിച്ചല്ലോ. എന്തിനു വേണ്ടിയാണ്? അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മളെ മുൻ നിയമിച്ചു വിളിക്കുന്നു. അപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചുമുള്ള ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും യേശുവിനെ പോലെ ആകണം. യേശുവിനെ പോലെ ആകുന്നത് എങ്ങനെയാണ്? യേശുവിനെ പോലെ ആകാനുള്ള ഒറ്റ മാർഗമേ ഉള്ളൂ, അവനിൽ വസിക്കുക എന്നുള്ളതാണ്. അവനിൽ വസിക്കുമ്പോൾ നമ്മൾ അവൻ്റെ അനുരൂപതയിൽ വളരുകയാണ്. അങ്ങനെ അവൻ്റെ അനുരൂപതയിൽ വളരുമ്പോൾ, അതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരുങ്ങിക്കഴിയുമ്പോൾ, അവൻ ഒരുങ്ങുന്നു, അവൻ നമുക്ക് വേണ്ടി ഭവനം ഒരുക്കുന്നു. എന്നാൽ നമ്മൾ ഒരുങ്ങിക്കഴിയുമ്പോൾ, നമ്മൾ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുമ്പോൾ
അവൻ വന്ന് നമ്മളെ ചേർത്തുകൊള്ളൂ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ ഇത് ഏകദേശം കൃത്യമായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നതായ ഒരു കാര്യമുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് എന്താണ്? കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. എന്നിട്ട് പറയുകയാണ്, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ദൈവമക്കളാണ്. ഹൂ വി ആർ, ഇവിടുത്തെ ഈ ഒരു വാക്യത്തിനകത്ത് പറയുന്ന കാര്യം ഇതാണ്. ഹൂ വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. നമ്മൾ ആരാണ്? നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ എന്നാൽ ഈ ദൈവമക്കളായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആരാകുമെന്നുള്ളത് ഇതുവരെ നമുക്ക് പ്രത്യക്ഷമായിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, നമ്മൾ എന്താകാൻ പോകുകയാണ്? അവനോട് സദൃശന്മാരാകാൻ പോകുകയാണ്. അവനോട് സദൃശന്മാരാകുന്ന ആ ഒരു പ്രക്രിയ, അത് നമ്മുടെ പ്രത്യാശയായിരിക്കണം. അതുകൊണ്ടാണ് താഴെ പറയുന്നത്, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ വാക്യത്തിൻ്റെ ഒരു പാരഫ്രൈസ് വേർഷൻ പറഞ്ഞാൽ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെപ്പോലെ ആയിക്കൊണ്ട് നാം അവനെ എതിരേൽക്കേണ്ടതാകുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം യേശുവിനെ പോലൊന്നും ആയില്ല, ഇല്ലേ? ഞാൻ ദൈവപൈതലായി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാൻ യേശുവിൻ്റെ അനുരൂപതയിൽ വളർന്നില്ല. പിന്നെന്താണ്? എനിക്ക് ദൈവം ഭൂമിയിൽ കുറച്ച് സമയം തരിക. എന്തിനാ? അവൻ്റെ അനുരൂപതയിൽ ഞാൻ വളരണം. അവൻ്റെ അനുരൂപതയിൽ വളരണമെങ്കിൽ, അങ്ങനെ ആ അനുരൂപതയിൽ വളരുമ്പോഴാണ് അവൻ്റെ പ്രത്യക്ഷതയിൽ എനിക്ക് മനസമാധാനത്തോടെ അവനെ കാണാൻ പറ്റുന്നത്. മണവാട്ടി മണവാളന് വേണ്ടി സ്വയം ഒരുങ്ങുന്നതെന്ന് പറയുന്നത് കാര്യം ഇതാണ്. അതായത് മണവാളൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണോ അതാകാനാണ് നമ്മൾ മണവാട്ടി പരിശ്രമിക്കുന്നത്. നമ്മൾ എന്താകണം? നമ്മൾ അവനെപ്പോലെ ആകണം. അവനെപ്പോലെ ആയിക്കൊണ്ട് എനിക്ക് അവനെ എതിരേൽക്കണം. അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല. ഏത് പ്രത്യാശ? എൻ്റെ കർത്താവ് വരുമ്പോൾ അവനെപ്പോലെ ആയിക്കൊണ്ട് വേണം ഞാൻ അവനെ എതിരേൽക്കാൻ. ഞാൻ പിശാചിനെ പോലെ ആയിക്കൊണ്ട് അവനെ എതിരേൽക്കുമെന്നല്ല, ഇങ്ങനെ തന്നെ അവനെ എതിരേൽക്കുമെന്നല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ദൈവ പൈതലായി. പക്ഷേ ദൈവ പൈതലായി എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ഞാൻ ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അവിടെ ചെല്ലുമ്പോൾ അവനോട് സദൃശനായിരിക്കണം ഞാൻ. അതിപ്പോഴേ തുടങ്ങണം. ഒരു സ്പ്ലിറ്റ് സെക്കൻഡിലല്ല നമ്മൾ അവനോട് സദൃശനാകുന്നത്. നമ്മുടെ ശരീരം അവൻ രൂപാന്തരപ്പെടുന്നത് ഒരു നിമിഷം കൊണ്ടാണെങ്കിലും നമ്മുടെ മനസ്സും ചിന്തകളും ജീവിതവും രൂപാന്തരപ്പെടുന്നത് ഒരു പ്രോസസ്സാണ്. അവനെപ്പോലെ ആകുക, യേശുവിനെ പോലെ ആവുക. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ, എന്ത് പ്രത്യാശ? എൻ്റെ കർത്താവ് വരുമ്പോൾ അവന് യോജിക്കുന്ന രീതിയിൽ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപനായിക്കൊണ്ട് വേണം എനിക്കവനെ എതിരേൽക്കാൻ എന്ന പ്രത്യാശയുള്ളവൻ, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവൻ്റെ വിശുദ്ധി ഇവിടെ ഞാൻ എങ്ങനെയും ആ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എല്ലാവരും പറയുന്നതെന്നറിയാമോ? നമ്മളൊന്നും ചെയ്യണ്ട, അതെല്ലാം യേശു ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട. പക്ഷെ ഇവിടെ അങ്ങനെയാണോ പറയുന്നത്? ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ഈ പ്രത്യാശയുള്ളവൻ എന്ത് ചെയ്യുന്നു? തന്നെ തന്നെ. കാര്യം ആ നിർമ്മലതയിൽ വേണം എനിക്ക് യേശുവിനെ കാണാൻ. എൻ്റെ യേശുവിനെ കാണുമ്പോൾ യേശുവിൻ്റെ സദൃശതയിൽ വേണം എനിക്ക് യേശുവിനെ കാണാൻ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ പരിശ്രമിക്കുക, എങ്ങനെയും എനിക്ക് യേശുവിനെ പോലെ ആകണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രത്യാശ എപ്പോഴും വേണം. ഓരോ ദിവസവും ഞാൻ എന്നോട് തന്നെ പറയണം, എനിക്ക് യേശുവിനെ പോലെ ആകണം, എനിക്ക് യേശുവിനെ പോലെ ആകണം, എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണം, യേശുവിൻ്റെ നിർമ്മലത എനിക്ക് ആവശ്യമുണ്ട്. അവൻ വരുമ്പോൾ എന്നെ കളങ്കമുള്ളവനായി കാണുവാൻ ഇടയാകരുത്. വാട്ടവും മാലിന്യവും ഒന്നുമില്ലാത്ത ഒരു നിർമ്മല കന്യകയെ തിരക്കി അവൻ വരുന്നത്. അല്ലാതെ പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു വ്യഭിചാരിയായ, അതാ യാക്കോബ് പറയുന്നത്, വ്യഭിചാരിയായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അങ്ങനെ ലോകസ്നേഹിയായിട്ട് ജീവിച്ച് യേശുവിനെ എതിരേൽക്കാൻ അല്ല ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്. എൻ്റെ മണവാളനോടുള്ള ആ വലിയ പാതിവൃത്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, പാതിവൃത്യത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ പോലും യേശുവല്ലാതെ മറ്റൊന്നും കടക്കാതെ, ലോകം കടക്കാതെ അങ്ങനെ ജീവിക്കാൻ ഞാൻ എന്നെ തന്നെ നിർമ്മലീകരിക്കണം.
അതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വേണം നമ്മൾ യേശുവിനെ സ്വീകരിക്കുവാൻ. അങ്ങനെ വേണം നമ്മൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് ചേരുവാൻ. ഇനി അടുത്തത്, നമ്മൾ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരാണ്, കർത്താവിനോടുകൂടെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് വേണ്ടി യേശു കർത്താവ് ഭവനം ഒരുക്കുന്നു. അവിടെ ജീവിക്കത്തക്ക നിലയിൽ ഞാൻ എന്നെ തന്നെ ഒരുക്കണം. സ്വർഗത്തിന് വേണ്ടി ഞാൻ എന്നെ എക്വിപ്പ് ചെയ്യണം. യേശു എന്നെ എക്വിപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ നിന്ന് കൊടുക്കണം, ഇല്ലേ? ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിമിതിയില്ലെന്ന് ചോദിക്കാം, ഉണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, യേശുവിന് വല്ല പരിമിതി ഉണ്ടോ? പരിമിതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിമിതി ഉണ്ട്. എന്താ? വേണ്ടാന്ന് ഞാൻ പറഞ്ഞാൽ അവൻ എന്നെ പിടിച്ചിട്ട് അവൻ്റെ അനുരൂപതയിൽ വളർത്തത്തൊന്നുമില്ല. അനുരൂപതയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവനെയാണ് അവൻ അനുരൂപതയിൽ വളർത്തുന്നത്. അതുകൊണ്ടാണ് അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. അപ്പോൾ എന്തോ വേണം? എനിക്ക് പ്രത്യാശ വേണം. എന്ത് പ്രത്യാശ? എൻ്റെ യേശുവിനെ പോലെ ആയിക്കൊണ്ട് വേണം ഞാൻ യേശുവിനെ സ്വീകരിക്കുവാൻ. അതാണ് പ്രത്യാശ. എൻ്റെ ജീവിതത്തിൻ്റെ മോഹം, ആഗ്രഹം എന്താണ്? സംഹൗ ഐ വോണ്ട് ടു സീ ദാറ്റ് ഐ എം ബിക്കമിങ് ലൈക്ക് ജീസസ്. എനിക്ക് എൻ്റെ യേശുവിനെ പോലെ ആകണം. അതാണ് പ്രത്യാശ. ആ പ്രത്യാശ ഉള്ളവനെ കർത്താവ് സഹായിക്കും. അല്ലാതെ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് നമ്മൾ നേടുന്നതല്ല ഇവിടുത്തെ അർത്ഥം. പക്ഷേ ഈ പ്രത്യാശ ഇല്ലാത്തവൻ എന്തോ ചെയ്യും? അതുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടിയുള്ള വലിയൊരു അഭിവാഞ്ച നമ്മുടെ സഭകളിൽ എല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ടാണ് വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കണമെന്നൊക്കെ പറയുന്നത്. വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിച്ചാൽ ഉടനെ അയാളൊരു പരീശൻ, ഇതാ ഇവിടെ പറയുന്നത്. ആരെങ്കിലും വിശുദ്ധിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധൻ, വിശുദ്ധി ജീവിക്കണമെന്ന്, ഇയാളെന്തോ? ഇന്നിപ്പം വിശുദ്ധിയെക്കുറിച്ച് ഒരാൾക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പറയും പരീശൻ. അതല്ല പരീശൻ്റെ ജോലി. പരീശൻ അഭിനയിക്കുന്നവനാണ്. അഭിനയിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, വേദപുസ്തകത്തിൻ്റെ ഉപദേശമാണ്. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ പറയുന്നത് എന്താണ്? അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെയും അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ അവൻ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. നിർമ്മലീകരിക്കുന്നു. എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ഉത്തരവാദിത്വം. അതിനെക്കുറിച്ച് മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. നമ്മുടെ സഭകളിൽ വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഉണ്ടാകണം. അതിനെക്കുറിച്ച് പറയരുതെന്നല്ല. യെസ്, അവൻ വിശുദ്ധീകരിച്ചോളുമെന്നുമല്ല എൻ്റെ ആഗ്രഹം. ദൈവം സഹായിക്കും. പക്ഷേ യേശു എന്നിൽ ജീവിക്കുവാൻ ഞാൻ അനുവദിക്കണം. ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അവൻ്റെ അനുരൂപതയിൽ വളരുവാനുള്ള വലിയ അഭിവാഞ്ച എനിക്കുണ്ടാകണം. അങ്ങനെ കർത്താവ് എന്നെ എക്വിപ്പ് ചെയ്യുകയാണ്. എന്നെ എക്വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനു വേണ്ടി? സ്വർഗത്തിന് വേണ്ടി എന്നെ എക്വിപ്പ് ചെയ്യുന്നു. പക്ഷേ ഇനിയാണ് നമ്മൾ മിഷനെ കുറിച്ച് കാണുന്നത്. അതായത് എക്വിപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. 1, അവൻ്റെ നാമം നമുക്ക് വെളിപ്പെടുത്തി. 2, അവൻ്റെ വചനം, അവൻ്റെ ഹൃദയം നമുക്ക് വെളിപ്പെടുത്തി. 3, അവൻ്റെ യോഗ്യത, അവൻ്റെ മഹത്വം നമുക്ക് തന്നു. ഇനി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എൻ്റെ കാര്യം, ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെല്ലാം സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. എന്നാൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഒരു മിഷനുണ്ട്, ഒരു ദൗത്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവനാണെങ്കിലും ഇപ്പോൾ ഞാൻ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവനാണ്. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ.